ടി പി വധക്കേസിൽ കേരളം കാത്തിരുന്ന വിധി വന്നു. പ്രതികൾക്കാർക്കും വധശിക്ഷയില്ല. 20 വർഷം ജയിലിൽ കിടക്കണം. പലരും 8-10 വർഷമായി, 8 വർഷമായി എന്ന് തോന്നുന്നു, അല്ല 10 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇനി 5-6 വർഷം കൂടെ കഴിയാതെ വിടാൻ പാടില്ല. സ്വാഭാവികമായി അവർ കിടക്കേണ്ട കാലാവധി കിടക്കും. അതിനു മുമ്പ് വിടരുത് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പുതിയതായിട്ട് തോന്നിയുള്ളൂ. പിന്നെ പിഴ കൂട്ടിയിട്ടുണ്ട്. അതവർ അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ 1-2 മാസം കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ടി ജിക്ക് എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് 2 പേരെ കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്നില്ല. ആ കൃഷ്ണനും ജ്യോതി ബാബു, അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അവർ 20 വർഷം കിടക്കണം. 20 എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ 14 വർഷം കഴിഞ്ഞാൽ, ചിലരെയൊക്കെ 10 വർഷം കഴിഞ്ഞാൽ തന്നെ പരിഗണിക്കാറുണ്ട് ശിക്ഷയളവിന്. നല്ല കാലം പരോളും. ഇവർ 20 വർഷം കഴിഞ്ഞ് പരിഗണിക്കാവൂന്ന് കോടതി പറഞ്ഞു. അതൊരു മഹത്തായ കാര്യമായിട്ട് ചാനലുകളൊക്കെ പറയുന്നു. 20 വർഷം മിനിമം. തേങ്ങയാണ്, അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ഗാന്ധി ജയന്തിക്ക് ഇളവ് കൊടുക്കും, സ്വാതന്ത്ര്യ സമരത്തിന് ഇളവ് കൊടുക്കും, റിപ്പബ്ലിക് ഡേക്ക് ഇളവ് കൊടുക്കും. ഈ ഇളവൊക്കെ കൊടുത്താൽ കൊടുത്തതാണ്. അത് ചിലർക്ക് 10 ദിവസമായിരിക്കും, ചിലർക്ക് 1 വർഷമായിരിക്കും. അങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ കണക്കിൽ 20 വർഷം ഇവർ ജയിലിൽ കിടന്നതായിട്ട് വരും. അങ്ങനെയാണ് KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്ന അച്ചാരമ്പത്ത് പ്രതിഭൻ 4 വർഷം ജയിലിൽ കിടന്നിട്ട് 14 വർഷം കിടന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഈ കണക്കിലെ മാനിപ്പുലേഷനാണ്. ഇവർ മാത്രമല്ല, ഇത് ഫൈറ്റ് ചെയ്ത് മേടിച്ച ആളാണ് ഗോപാൽ ഗോഡ്സെ. ഇപ്പം ഈ തെണ്ടികളൊക്കെ ഗോഡ്സെ ഗാന്ധി എന്നൊക്കെ പറയുന്നുമില്ല. ഗോപാൽ ഗോഡ്സെ ശിക്ഷ ഇളവ് ചെയ്ത് ഇറങ്ങിപ്പോയവനാണ് 1964. ആരും മിണ്ടില്ല. അപ്പോൾ ഒരുത്തനും മിണ്ടില്ല. അന്ന് ആഭ്യന്തരമന്ത്രി എൻ്റെ ഓർമ്മയിൽ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അപ്പം ഗോപാൽ ഗോഡ്സെയ്ക്ക് ഇത് പറഞ്ഞ് ഇറങ്ങിപ്പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ TP വധക്കേസിൽ ഏതായാലും മഹാത്മാഗാന്ധി ഒന്നും അല്ലല്ലോ TP ചന്ദ്രശേഖരൻ. അങ്ങനെ വേറൊരു മാർക്സിസ്റ്റുകാരനായിരുന്നു. തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ വെട്ടിക്കൊന്നു. ഇത് കവിഞ്ഞുള്ള മഹാത്മ്യമൊന്നും ഈ പറഞ്ഞ മനുഷ്യനില്ല TP ചന്ദ്രശേഖരന്. അങ്ങേര് മാർക്സും അല്ല, ഏംഗൽസും അല്ല, EMS പോലും അല്ല, മാതൃകാപുരുഷനുമല്ല. ചത്ത് കഴിഞ്ഞ് മഹാനായ ഒരു മനുഷ്യനാണ് TP ചന്ദ്രശേഖരൻ. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വേറൊരു തനി സകലമാന ഉടക്കും വഴക്കും ഉണ്ടാക്കുന്ന മാർക്സിസ്റ്റുകാരൻ. ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ടപ്പോഴും ഇതേ TP ചന്ദ്രശേഖരൻ ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. KK രമ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവർക്ക് അതില്ലെന്നേ. അവരല്ലാത്ത ആരെ വെട്ടിക്കൊന്നാലും അവർക്ക് സങ്കടമൊന്നുമില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം പോയി കഴിഞ്ഞപ്പോൾ അവനെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് മാനവികത, മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് എണീക്കുന്നത്. ഇപ്പം ഈ ശിക്ഷ കൊണ്ട് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഹൈക്കോടതി ഒരുപക്ഷെ വധശിക്ഷയാക്കിയിരുന്നെങ്കിൽ സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സുപ്രീം കോടതി ആ വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കിയാണ്. അപ്പോൾ ഏകദേശം ജീവപര്യന്തത്തേക്കാൾ ഈ പറഞ്ഞ 20 വയസ്സിനേക്കാൾ 20 വർഷത്തേക്കാൾ കൂടുതൽ ജയിലിൽ കിടന്നേനെ. കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഇപ്പോൾ ജീവപര്യന്തമാണ്. അവർക്ക് പരോൾ കൊടുക്കാം ആവശ്യം പോലെ. പരോൾ ഇതിലൊന്നും പെടില്ല. 15 ദിവസം പരോളുണ്ടായിരുന്നു. അതുകൊണ്ട് 15 ദിവസം എക്സ്ട്രാ കിടക്കണമെന്ന് പറഞ്ഞൊരു നിയമമില്ല. പരോളെന്ന് പറയുന്നത് ജയിലിൽ തന്നെയാണെന്നാണ് സങ്കല്പം. അവരുടെ ഒബ്സർവേഷനിൽ നിങ്ങൾ പുറത്തിറങ്ങുന്നു. ഒരു അത്യാവശ്യം, അമ്മ മരിച്ചു, പിണ്ണം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന പരിപാടി. ഇപ്പം പോകുന്നിടത്ത് ബാറിലേക്ക്, അത് വേറെ കാര്യം. ഏതായാലും അത് പരോൾ കമ്മിറ്റി കൂടിയിട്ട് പരോൾ കൊടുക്കാനങ്ങ് തീരുമാനിക്കും. ഉദാരമായിട്ടാണ് കുഞ്ഞനന്തനൊക്കെ പരോൾ. കുഞ്ഞനന്തൻ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്? കിടന്നിട്ട് പോലും ഇല്ല. അതിനകത്ത് പോയി ഒന്ന് ചുറ്റി അടിച്ചിട്ട് പുള്ളി തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഇവിടെ പരോളിൻ്റെ കടലാസ് റെഡിയായി കാണും. പിന്നെ എന്തിനായിരിക്കും TG ഹൈക്കോടതി അസാധാരണമായ കേസാണ് ഈ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും കൂടെ ശിക്ഷിക്കാൻ? പിന്നെ അവരെ ശിക്ഷിച്ചാൽ പോരെ, ബാക്കിയുള്ള 10 പേരെ വിളിച്ചു വരുത്തൂ എന്നൊക്കെ പറഞ്ഞ്. വിളിച്ചു വരുത്താൻ പറഞ്ഞത് ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ, എന്തിന് ഈ ശിക്ഷ കുറയ്ക്കാനും വിളിക്കാമല്ലോ. ശിക്ഷ ശരിവെച്ച് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞത്. ശരിവെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വധശിക്ഷ കൊടുക്കാനൊരു ശ്രമം നടത്തിയില്ല എന്ന് വേണ്ട. KK രമയുടെ ഒരു ഇത് നിൽപ്പുണ്ടല്ലോ, വധശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ കോടതിക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായതാണോ? അങ്ങനെയുമാകാം. ഈ അവസാന വാദത്തിൽ വീണ്ടും വിചാരമുണ്ടായതുമാകാം. എന്ത് വാങ്ങിക്കോട്ടെ. എനിക്ക് മനസ്സിലാവാത്തത്, ഇത് അപൂർവത്തിൽ അപൂർവമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുക. ആ ജഡ്ജ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ല. ആണെങ്കിൽ വധശിക്ഷ വിധിക്കുമായിരുന്നു. ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് വാദം വന്നത് എന്താണെന്നറിയാമോ? ഇത് അപൂർവത്തിൽ അപൂർവമല്ല,
കേരളത്തിൽ പൊളിറ്റിക്കൽ മർഡർ അപൂർവത്തിൽ ഒരു സാധാരണ സംഭവമാണ്. ഇതിനെ സാധൂകരിക്കുന്ന നടപടിയാണ് പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഞാൻ സുനിലിനെ വെട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അപൂർവത്തിൽ അപൂർവം എന്ന് പറയാം. കാരണം TG മോഹൻദാസ് എന്ന് പേരുള്ള ഒരാൾ സുനിൽ എന്ന പേരുള്ള ആളിനെ ഇതിനു മുമ്പ് ചരിത്രത്തിൽ വെട്ടിക്കൊന്നിട്ടില്ല. അതുകൊണ്ട് അപൂർവത്തിൽ അപൂർവമാണ്. ഇതിനു മുമ്പ് പല മോഹൻദാസുമാർ പല സുനിലിനെ കൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കൊലയും ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ഡിഫൈനിങ് റയറസ്റ്റ് ഓഫ് റയർ കേസ്. ഐ ഡോണ്ട് നോ. റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറഞ്ഞാൽ അത് ഇതിനു മുമ്പ് സംഭവിച്ചതാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള അർത്ഥം അതിനില്ല. ഈ കേസിൽ വ്യക്തമായിട്ടും ഈ കൊലപാതകത്തിൽ പങ്കെടുക്കുന്നവർ വധശിക്ഷ അർഹിക്കുന്നു. അതിന് കാരണം മോട്ടീവ് പോലുമില്ലാതെ വാടക കൊലയാളികളായിട്ടാണ് അവർ പെരുമാറിയത്. എനിക്ക് സുനിലിനോടൊരു ദേഷ്യമുണ്ട്, ഒരു പകയുണ്ട്. അതിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലുന്നത് മനസ്സിലാക്കാം. ആ മനുഷ്യന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായി, അതിൻ്റെ പ്രതികാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് സം ജസ്റ്റിഫിക്കേഷൻ ഈസ് ദെയർ. ലീഗലി ടെനബിൾ അല്ല, ബട്ട് അയാൾക്കൊരു ജസ്റ്റിഫിക്കേഷനുണ്ട്. ഇതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. ഈ കൊന്നവർക്ക് പലർക്കും TP ചന്ദ്രശേഖരനെ അറിഞ്ഞുപോലും കൂടാ. മെയ് 2 മുതൽ മെയ് 4 വരെ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് TP ചന്ദ്രശേഖരനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് TP ചന്ദ്രശേഖരന് ഒരു കല്യാണ ക്ഷണക്കത്തോ മറ്റോ ആരോ കൊണ്ടുപോയി കൊടുക്കുന്നു. നോക്കിയോ, ആ കത്ത് വാങ്ങുന്ന ആളില്ലേ, അവനാണ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും വന്നു. അപ്പോൾ ഒരു പർപ്പസും ഇല്ലാതെ, ഒരു വിരോധവുമില്ലാതെ ഒരാളെ വെട്ടിക്കൊല്ലുക, അതാണ് അപൂർവത്തിൽ അപൂർവം. വാടകയായിട്ട് കാശ് മേടിച്ചോന്ന് പോലും അറിയാമല്ല. കാശിന് പകരം മറ്റെന്തെങ്കിലും പ്രതിഫലമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇവർക്കൊക്കെ പാർട്ടിയുമായിട്ടുള്ള ബന്ധവും ഒരു നോമിനൽ ബന്ധമാണ്. പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇവിടെയൊക്കെ വിളിച്ചു പറയാനായിട്ട് നമ്മുടെ പയ്യനെ തല്ലൂന്ന് ചെയ്ത് കേട്ടോ. പലതവണ ഇവർ ജയിലിൽ പോകുമല്ലോ, ഓരോ ക്രൈമിനും ജയിലിൽ പോകും. ചിലപ്പോൾ ലോക്കപ്പിൽ 2 ദിവസം കിടന്നിട്ട് തിരിച്ചിറങ്ങും. അതെ, അവർക്ക് ഇതൊരു മൃഗയാ വിനോദമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് സഹായിക്കാനായിട്ട് പാർട്ടി വേണം. പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇപ്പോൾ കൊല്ലാൻ മടിക്കുന്നു. ഇപ്പോഴല്ല, 2012 മുതൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് വാടക കൊലയാളികളെ എടുക്കേണ്ടി വരുന്നു. പാർട്ടി പ്രവർത്തകനറിയാം, ഇത് കൊന്ന് നമ്മൾ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പാർട്ടി ഉപേക്ഷിച്ച് കളയും, പിന്നെ കുടുംബം വഴിയാധാരമാകുന്നത്. പഴയ പോലെയല്ല. എത്ര പേരെ നിങ്ങൾ ജയിലിൽ കിടക്കുന്നവർക്ക് വീട്ടിൽ അവർക്ക് ജോലി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്യണ്ടേ? ഇത് ചെയ്ത് വഷളായി. പാർട്ടി യന്ത്രം തന്നെ വഷളായി. അതിനകത്ത് കറപ്ഷൻ വരാൻ തുടങ്ങി. നിരപരാധികളുടെ ലിസ്റ്റ് കൊടുക്കുകയല്ല, പ്രതികളെ കൊടുക്കുക എന്നുള്ള പരിപാടി. ഈ നിരപരാധികളെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന് ചിലവിന് കൊടുക്കണം. പലപ്പോഴും ഈ നിരപരാധി കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. മജിസ്ട്രേറ്റുമാർക്കറിയാം ഇവൻ കള്ളപ്രതിയാണെന്ന്. മജിസ്ട്രേറ്റ് ടൈറ്റായിട്ടൊരു വിധി എഴുതിയിട്ട് ഇവനെ അങ്ങ് ജീവപര്യന്തം അകത്തിട്ടു എന്ന് വെച്ചു. പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഈ TP വധം വലിയ വിവാദമായിട്ട് തന്നെ ഇപ്പോഴാണ് ഹൈക്കോടതിയിൽ അതിൻ്റെ ഹിയറിങ് വന്നത് അല്ലേ? വർഷം എത്രയായി? 12 വർഷമായി. 2014 ഇത് വന്നു, കീഴ്ക്കോടതിയുടെ വിധി വന്നു. 2024 10 വർഷം കിടന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. ആ സമയമൊക്കെ ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും. വലിയ കോൺട്രവേഴ്സ്യൽ കേസൊന്നും അല്ലെങ്കിൽ ഇവൻ അവിടെ കിടക്കും. ഇങ്ങനെ പ്രവർത്തകർ കുടുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെട്ടിക്കൊല്ലാൻ ആളെ കിട്ടാതെയായി. അപ്പോൾ ഇവർ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. വാടക കൊലയാളികൾക്കും ഇവരോടൊരു കൃതജ്ഞതയുണ്ട്. പലവിധ കേസുകളിൽ നിന്ന് ഊരിക്കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവർക്ക് ചെയ്യാനുള്ള ദുഷ്കൃത്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്ന വാടകക്കാരുണ്ട്. ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയത് നമ്മളുടെ സാബു ജേക്കബിൻ്റെ കുമ്പസാരം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. സാബു ജേക്കബ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ അമേരിക്കൻ യാത്രകളിൽ ഉടനീളം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ച് മൂത്രമൊഴിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയി കടത്തുന്ന ജോലി വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും എന്നിട്ടെന്താ, എന്നെ അകത്താക്കി കഴിഞ്ഞാൽ മകൾ വീണയെ ഞാൻ അകത്താക്കും. ഇത് ഒരുതരം കൊട്ടേഷൻ സ്വഭാവം. ഒരു ബ്ലാക്ക് മെയിലും ഉണ്ട്. ഓൾറെഡി കൊട്ടേഷൻ എടുത്തിരുന്നു. പരിചാരികന സാമൂഹ്യ വിരുദ്ധതയുണ്ട്. കാരണം എന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകൾ കുറ്റക്കാരിയാണെങ്കിലും സേഫാണ്. സാബു ജേക്കബിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. അതൊക്കെയാണ് നടക്കുന്നത്. ഒരു ആവേശത്തിന് പറഞ്ഞുകൊണ്ടായിരിക്കും അതിൻ്റെ ഈ കോൺസിക്വൻസ് മറ്റേ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇല്ല, ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടവരുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ ദേ വിൽ സ്പിൽ ദ ബീൻസ്. അതും ഓർക്കാപ്പുറത്ത് വായിൽ നിന്ന് വരും. അതെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ആഗ്രഹങ്ങളാണ്
ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയും അതിന്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച കാര്യം ഓർക്കാതെ പുറത്തു വരിക. മറ്റത് ചെയ്ത കാര്യങ്ങൾ, മൂടിവെച്ച കാര്യങ്ങൾ ആവേശം വരുമ്പോൾ പുറത്തു ചാടുക. അതെ അതെ. അപ്പോൾ പുറത്തു ചാടി ഒന്നും സംഭവിച്ചില്ല. സാബു ജേക്കബിനും ഒന്നും സംഭവിക്കില്ല, പിണറായി വിജയനും സംഭവിക്കില്ല, വീണയും സുരക്ഷിതയായിരിക്കും. സാബു ഈ പറയുന്ന ബോംബൊന്നും പൊട്ടിക്കാൻ പോകുന്നില്ല. അതെ, ആവേശം കൊണ്ട് പറഞ്ഞു, ആവേശം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയ്ക്ക് അതിന് ഗൗരവത്തിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇതുപോലത്തെ ഫാക്ടേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്, ഈ TP കേസിലും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന ഹൈക്കോടതിയുടെ നടപടി കേരളം പൊതുവിൽ സ്വീകരിച്ച ഒരു നടപടിയാണ്. ഈ CPM പ്രവർത്തകർ പോലും ഉള്ളിൽ അത് വേണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഹൈക്കോടതിയിലുണ്ടായി. ഇപ്പോൾ ആന വരുമെന്ന് കരുതിയിട്ട് ആടിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയായി പോയില്ല ഇപ്പോൾ. അല്ല, അത് വലിയ പ്രയാസമാണ്. ഞാൻ ചരിത്രത്തിൽ ഈ കീഴ്ക്കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിക്കുന്ന ചരിത്രം വളരെ കുറവാണ്. കുറയ്ക്കുകയേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യും. TP ജയകൃഷ്ണൻ മാഷിൻ്റെ KT ജയകൃഷ്ണൻ മാഷിൻ്റെ കേസിൽ നോക്കിക്കോ, 4 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 2 ആഴ്ച തലശ്ശേരി സെഷൻസ് കോടതി പ്രവർത്തിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യൂക്ക് കൊണ്ട് ഭയന്നിട്ട് കോടതി തുറക്കാൻ പറ്റിയില്ല. ഈ 4 പേരുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതി അതിലെ 3 പേരെ വെറുതെ വിട്ടു. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും തൂക്കിക്കൊല്ലാൻ വിധിച്ച് 4 പേരിൽ 3 പേരെ അവർ വെറുതെ വിടുന്നു. അവരൊന്നുമല്ല, നമ്മുടെ കാഡ്ജു, ജസ്റ്റിസ് കാഡ്ജു. ഒരാളെ മാത്രം ജീവപര്യന്തം തടവാക്കി കുറയ്ക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. സാധാരണ അപൂർവം ചില കേസുകൾ എൻഹാൻസ് ചെയ്ത് വളരെ അപൂർവമുള്ളൂ, വളരെ അപൂർവം. അത് ഈ കീഴ്ക്കോടതിയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആളുകൾ പൊതുവിൽ ഇതിൽ ഒരു എൻഹാൻസ്മെൻ്റ് ഉണ്ടാവും, ഇവർക്ക് വധശിക്ഷ കിട്ടുമെന്ന് പൊതുസമൂഹം പൊതുവിൽ പ്രതീക്ഷിച്ചു. സത്യമാണ്. ഇതിൻ്റെ ഒരു പ്രസിഡൻസ് ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ അപൂർവത്തിൽ അപൂർവം എന്നതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന രീതിയിലായിപ്പോയി ഈ ജഡ്ജ്മെൻ്റ് എന്ന് പ്രഥമ ദൃഷ്ടിയ എൻ്റെ ബാക്കി നമുക്ക് വിധി നോക്കിയിട്ട് പറയാം. കമൻറ്റ് വിധി വായിച്ചിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഇരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ മർഡർ ഈസ് എ നോർമൽ തിങ് എന്ന് വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഈ 20 വർഷം കഴിഞ്ഞേ ഇളവ് കൊടുക്കാൻ ആലോചിക്കാവുള്ളൂ എന്ന് കോടതി പറയുന്നത് ബാക്കി എല്ലാ ഇളവുകളും കൊടുത്തേ പറ്റും. അപ്പോൾ ഒരു 12 വർഷം കഴിയുമ്പോൾ തന്നെ, ഇപ്പം തന്നെ ഇവരുടെ ഇളവൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 20 വർഷം ആയി കാണും. മേ ബി ഒരു 5 6 ഒരു കൊല്ലമോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ നെഞ്ചു മരിച്ച് നടക്കുന്നത് കാണാം. കാരണം മറ്റിളവുകളുണ്ട്. ഗാന്ധി ജയന്തിയുടെ ഇളവ്, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഇളവ്, റിപ്പബ്ലിക് ഡേയുടെ ഇളവ്, മെയ് ദിനത്തിൻ്റെ ഇളവ്, അംബേദ്കർ ജയന്തിയുടെ ഇളവ്, ഇത് ഇങ്ങനെ ഒരുപാട് ഇളവുകളുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന മുഴുവനൊന്നും ജയിലിൽ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗോപാൽ ഗോഡ്സെയുടെ കാര്യം പറഞ്ഞത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വലിയ ഇഷ്യൂ ആണല്ലോ ഇത്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ കാര്യമാണ് അവരിപ്പോഴും പറയുന്നത്. ഇങ്ങേരുടെ അനിയനെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് നേരത്തെ വിട്ടു. അനിയനെ മാത്രമല്ല, വിഷ്ണു കാർക്കരെ, മദൻലാൽ പഹ്വ, ഇവരെല്ലാം 64 പുറത്തിറങ്ങി ജയിലിൽ നിന്ന്. 16 വർഷം, ആർക്കും ഒരു പരാതിയില്ല. 16 വർഷമേ കിടന്നുള്ളൂ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 20 വർഷമെങ്കിലും കിടക്കണമെന്ന് ഹൈക്കോടതി. ഗാന്ധി വധക്കേസിൽ 16 വർഷം കിടന്നപ്പോൾ പൊടിയും തട്ടിയാണ് പുറത്തിറങ്ങി. TP ചന്ദ്രശേഖരൻ ഗാന്ധിയേക്കാൾ വലിയ ആളാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതൊന്നും ഇവരുടെ തലയിൽ പോലും കയറില്ല. ലീഗൽ പോയിൻറ്റ്സ് ഒന്നും CPMൻ്റെ തലയിൽ കയറില്ല. അവർ കയ്യൊക്കെ വെച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുന്നത് അവർ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കാതെ അടിച്ചു കയറി അങ്ങ് വിടും. മനുഷ്യാവകാശം അത് ഇതെന്ന്. ഏതായാലും വിധി ആശാസ്യമാണോ ഒരു മോക്കറിയാണോ എന്ന് വിധി വിശദമായി പഠിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.